മുൻപും മയക്കുമരുന്ന് കേസിൽ വിവാദങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന നടി അശ്വതി ബാബു ഇത്തവണയും വിവാദത്തിൽ പെട്ടിരിക്കുകയാണ്. കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ സീരിയൽ നടിയുടെ പരാക്രമമായിരുന്നു. ആശുപത്രി ജീവനക്കാരും പോലീസുകാരും ഏറെ നേരത്തെ ശ്രമത്തിനു ശേഷമാണ് ഇവരെ കോഴിക്കോട്ടെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. മട്ടന്നൂർ പോലീസിനോടും ഇവർ തട്ടിക്കയറി. നടി മയക്കുമരുന്ന് ലഹരിയിലായിരുന്നുവെന്ന് ആശുപത്രി ജീവനക്കാർ പറഞ്ഞു. മുമ്പും മയക്കുമരുന്ന് കേസിൽ വിവാദം സൃഷ്ടിച്ചിട്ടുണ്ട് അശ്വതി. മട്ടന്നൂർ ലോഡ്ജിൽ താമസിച്ചിരുന്ന നടിയെ ശാരീരിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് വ്യാഴാഴ്ചയാണ് കൂടെയുള്ളവർ ആസ്പത്രിയിലെത്തിച്ചത്. ആശുപത്രിയിൽ ചികിത്സ ലഭ്യമാക്കിയെങ്കിലും അവിടെയുള്ള ജീവനക്കാരുടെയും രോഗികളുടെയും നേരെ തട്ടിക്കയറുകയായിരുന്നു അശ്വതി. പരാക്രമം തുടർന്നതോടെ ആശുപത്രി അധികൃതർ പോലീസിൽ വിവരമറിയിച്ചു. താൻ തുടർച്ചയായി ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വരികയാണെന്നും ആശുപത്രിയിൽ എത്തിച്ചവരുടെ ഒപ്പം പോകില്ലെന്നും പോലീസിന്റെ സംരക്ഷണം ആവശ്യമാണെന്നും അശ്വതി പറഞ്ഞു. ആശുപത്രി ജീവനക്കാർ തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷം ഇവരെ ആംബുലൻസിൽ പോലീസ് അകമ്പടിയോടെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുകയായിരുന്നു. എന്നാൽ മുൻപ് ലഹരിക്കേസിൽ പിടിയിലായപ്പോൾ അശ്വതി പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: ഇനി എനിക്കൊരു മനുഷ്യമൃഗമായി ജീവിക്കാനാവില്ല. 25 വയസ്സായി. കല്യാണം കഴിച്ച കുടുംബത്തോടൊപ്പം കഴിയണമെന്നാണ് ആഗ്രഹം. വലിയ ആഗ്രഹങ്ങളില്ല. ലഹരി പെൺവാണിഭ കേസുകളിൽ പലതവണ കുടുങ്ങി പോലീസ് പിടിയിലായ നടി അശ്വതി ബാബുവിൻ്റേതാണ് ഈ വാക്കുകൾ. 16-ാം വയസ്സിൽ പ്രണയിച്ച ആൾക്കൊപ്പം വീട്ടുകാരെ ഉപേക്ഷിച്ച് കൊച്ചിയിലെത്തിയതാണ് താനെന്നും അശ്വതി പറഞ്ഞു. വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം വിശ്വസിച്ച് കൂടെ കൂട്ടിയ ആൾ തന്നെ ലഹരിക്ക് അടിമയാക്കി മാറ്റി മറ്റുള്ളവർക്ക് കൈമാറി പണമുണ്ടാക്കുകയായിരുന്നുവെന്നും അശ്വതി പറഞ്ഞു. കഴിഞ്ഞ ദിവസം എറണാകുളം സൗത്തിലെ ഒരു സ്വകാര്യ ട്രാവൽസ് ഓഫീസിൽ അതിക്രമിച്ചു കയറി മൊബൈൽ ഫോൺ തട്ടിയെടുത്തതിന് അശ്വതിയുടെ സുഹൃത്ത് നൗഫലിനെ എറണാകുളം സെൻട്രൽ പോലീസ് പിടികൂടിയിരുന്നു. അശ്വതിക്കൊപ്പം എത്തിയായിരുന്നു ഈ അതിക്രമം. ട്രാവൽസ് ഉടമയുടെ പരാതിയിൽ പോലീസ് എത്തി ഇവരെ അനുനയിപ്പിച്ച് വിടാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഇതോടെയാണ് സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തനിക്ക് കൂടി അവകാശപ്പെട്ടതാണ് ട്രാവൽസും അതിൻ്റെ വാഹനങ്ങളുമെന്നും തനിക്ക് 1.5 കോടിയോളം രൂപ കിട്ടണമെന്നുമായിരുന്നു ഇവരുടെ ആവശ്യം. പ്രണയത്തിനായി വീട്ടുകാരെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പുറപ്പെട്ടപ്പോൾ വിശ്വസിച്ചവർ ലഹരിക്കടിമയാക്കി ശരീരം വിറ്റു പണമുണ്ടാക്കുകയായിരുന്നെന്നും അശ്വതി പറഞ്ഞു. ചെറിയ പ്രായത്തിൽ കൊച്ചിയിലെത്തുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണവും വസ്ത്രവും ഉറങ്ങാൻ സ്ഥലവും മതിയായിരുന്നു. അയൽവാസികളും സുഹൃത്തുക്കളുമായ 2 പേർക്ക് നേരെയാണ് ആരോപണം അശ്വതി ഉയർത്തുന്നത്. ഇരുവരും മാറി മാറി തന്നെ കൂട്ടിക്കൊണ്ടുപോയി വിൽക്കുകയും പണം സ്വന്തമാക്കി ബിസിനസ് കെട്ടിപ്പടുക്കുകയും ചെയ്തു. ഒടുവിൽ വിവാഹം കഴിക്കാത്തതിനെക്കുറിച്ച് തിരിച്ചു ചോദിച്ചു തുടങ്ങിയപ്പോൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചു. രക്ഷപ്പെടാൻ ശ്രമിച്ചു. സമാധാനമായി ജീവിക്കാൻ തീരുമാനിച്ചിട്ടും വിടാതെ പിന്തുടർന്ന് ഉപദ്രവിക്കുകയാണെന്നും അശ്വതി പറഞ്ഞിരുന്നു. പോലീസ് സ്റ്റേഷന് മുമ്പിൽ വെച്ചാണ് അശ്വതി പ്രതികരിച്ചത്. ഞാൻ ഇതൊന്നും അടിക്കുന്ന ആളായിരുന്നില്ല. എൻ്റെ ജീവിതം എല്ലാവരും കൂടി തകർത്തു. എന്നെ മിസ്യൂസ് ചെയ്തതാണ്. എനിക്ക് പണമല്ല വേണ്ടത്, നീതിയാണ്. അറിയുന്നവർക്കിതെല്ലാം അറിയാം. പണവും പവറും ഉപയോഗിച്ച് നമ്മളെ മോശക്കാരിയാക്കും. അത് ചെയ്യിക്കുന്നവർ ശരിയാണ്. അവർ കാറിൽ നടക്കും, ട്രാവൽസ് മുതലാളിയാകും. അവസാനം നമ്മൾ കുപ്പിയിലായി, അവർ ബെൻസിലാകും നടക്കുന്നത്. എൻ്റെ അമ്മയും ആങ്ങളെയും എന്നെ നല്ല രീതിയിലാണ് വളർത്തിയത്. എന്നെ കിട്ടുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്. 16 വയസ്സുള്ളപ്പോൾ കൊച്ചിയിൽ വന്നതാണ്. ഇവർ എന്നെ വെച്ച് പണമുണ്ടാക്കി. എനിക്ക് പണം ആവശ്യമില്ല. എൻ്റെ കയ്യിൽ വരുന്ന പണമെല്ലാം ഇവർ 2 പേർക്കും ഇഷ്ടം പോലെ കൊടുത്തു. ഇതെല്ലാം അറിഞ്ഞൊരുത്തനെ എൻ്റെ ആങ്ങളെ പോയി തല്ലി. വീട്ടുകാർ ഇതെല്ലാം അറിഞ്ഞപ്പോഴേക്കും വർഷങ്ങൾ കഴിഞ്ഞുപോയി. എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് വീട്ടുകാർ. ഇവർക്കെതിരെ പരാതി കൊടുത്താൽ ഒളിവിൽ പോകും. ഉന്നതരെ കൊണ്ട് വിളിച്ചു പറയിക്കും. ലോറി ഡ്രൈവർ ആയിരുന്ന ഇയാൾ എത്രയേറെ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി തന്നെ ഉപയോഗിച്ചാണ് ഞാൻ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി ഒരു അമേരിക്കക്കാരൻ നൽകിയ പണം ഇയാൾക്കു നൽകി. ഭർത്താവായി ജീവിക്കുന്ന ആൾക്ക് പാർട്ട്ണർഷിപ്പ് എന്ന നിലയിലാണ് ആ പണം നൽകിയത്. അതിന് തെളിവുണ്ട്. ഭർത്താവായുള്ള ആളുടെ പേരിൽ കിടക്കുമ്പോൾ അയാൾ എന്നെ നോക്കിക്കൊള്ളുമെന്നാണ് വിശ്വസിച്ചത്. എന്നാൽ അയാൾ ഒഴിവാക്കി. പൈസ വേണം, നമ്മളെ വേണ്ട. എറണാകുളം സൗത്തിലുള്ള ആ സ്ഥാപനം അമേരിക്കയിലുള്ള ആളുടെ പണം കൊണ്ട് ഞാൻ അവന് ജീവിക്കാൻ ഉണ്ടാക്കി കൊടുത്തതാണ്. എൻ്റെ പേരിലല്ല അത്. 1.5 കോടി വരുന്ന സാധനങ്ങളുണ്ട്. അത് തന്ന് എന്നെ അവർക്ക് ഒഴിവാക്കാം. അതവർ തരുന്നില്ല. ആലുവ സ്റ്റേഷനിൽ തനിക്കെതിരെ അയാൾ പരാതി നൽകിയപ്പോൾ CIക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതാണ്. എന്നെ ഉപദ്രവിക്കാതെ വിടാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പലരും തന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവർ വിടുന്നില്ല. ഭർത്താവായി കണ്ടയാളാണ്. അതുകൊണ്ട് തന്നെ വിളിക്കുമ്പോൾ മാനസികമായി ടോർച്ചറിംഗ് ഉണ്ട്. ഇനി ഒരു പെൺകുട്ടിക്കും ഈ അനുഭവം ഉണ്ടാകാതിരിക്കാനാണ് പോലീസിൽ പരാതി നൽകിയതെന്നും ഇവരുടെ സ്വാധീനവും പണവും കൊണ്ട് തനിക്ക് നീതി ലഭിച്ചില്ലെന്നും അശ്വതി പറഞ്ഞു. ഇപ്പോൾ ഒരു സിനിമയുമില്ല. അശ്വതി നല്ല രീതിയിൽ ജീവിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഇവർ ആരും സമ്മതിക്കുന്നില്ല. നീതി തേടി വരുമ്പോൾ ആട്ടും തുപ്പും മാത്രമാണ് ലഭിക്കുന്നത്. ചോദിക്കാനും പറയാനും ആരുമില്ല. അശ്വതിക്ക് കരയാനും സത്യം പറയാനും ഒന്നുമുള്ള കഴിവില്ല. 16 വയസ്സ് മുതൽ ആര് കുറ്റപ്പെടുത്തിയാലും കുറ്റങ്ങൾ ഏൽക്കുന്ന ഒരാൾ മാത്രമാണ് ഞാൻ.
ഒരാളുടെ അടുത്ത് ഇത് തെറ്റാണെന്ന് പറയാൻ അറിയില്ലായിരുന്നു. ഇന്നെനിക്കറിയാം. ഇതുവരെ ആർക്കെങ്കിലും ലഹരി കൊടുത്തതെന്ന് തെളിയിക്കാമെങ്കിൽ ക്രൂശിച്ചോ. പെൺവാണിഭ കേസ് ഉണ്ടാക്കാൻ കാരണം താൻ എപ്പോഴും അത്തരക്കാരുടെ കൂടെ ആയിരുന്നു എന്നതാണ്. 16-ാം വയസ്സിൽ ഇവിടെ വന്നതാണ്. ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. ഇത്തരം ആളുകളുമായാണ് നടക്കുന്നത്. അതുകൊണ്ട് അശ്വതി പെൺവാണിഭത്തിലുണ്ട്. ഡ്രഗ്സ് അടിച്ചതുകൊണ്ട് ഡ്രഗ്സ് കച്ചവടം നടത്തുന്നവൾ എന്ന പേരായി. ഒരു സിനിമയിൽ അഭിനയിച്ചു പോയി. ഒരാൾ സഹായിച്ചതാണ് ഒരു സിനിമ. ആ വഴി പല പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവർ ഇല്ലാതാക്കി. പറ്റിക്കപ്പെട്ട് ഇങ്ങനെ ആയതാണ്. അവസാനം വാഹനം അപകടമുണ്ടായ സംഭവത്തിൽ മദ്യപിച്ച് വണ്ടി ഓടിച്ചത് അവനായിരുന്നു. ആ സമയം വണ്ടിയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാവർക്കും അശ്വതിയെ പറഞ്ഞു. അശ്വതിയെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടും ഒരു കള്ളക്കേസ് ഉള്ളതുകൊണ്ടും എല്ലാവരും പറഞ്ഞു. പുറമേ ചിരിച്ചു കാണിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ജീവിതം തകർന്നു. ഉറക്കമില്ല. ആരോട് ചിരിച്ചു സംസാരിക്കണമെന്ന് അറിയാത്തയാളായി. അപ്പനായി വരുന്നവനും ചേട്ടനായി വരുന്നവനും എല്ലാവരും ഉപയോഗിക്കുകയാണ്. തന്നെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞ് സന്തോഷിക്കട്ടെ എന്നേ ഉള്ളൂ. ഇപ്പോൾ സത്യം പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. കൂടുതൽ മോശക്കാരിയാക്കുകയുള്ളൂ തന്നെ. പുറമേ ചിരിച്ചു ജീവിക്കുന്നേ ഉള്ളൂ. സമൂഹത്തെ സൂക്ഷിച്ചു. പക്ഷെ ഇവർ ജീവിക്കാൻ വിടില്ല. എന്നെ നല്ല രീതിയിൽ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചതാണ് അമ്മ. സമൂഹത്തിൽ മോശപ്പെട്ട രീതിയിൽ ജീവിക്കണമെന്നാഗ്രഹിച്ച വ്യക്തിയല്ല ഞാൻ. പണം ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഡ്രഗ്സ് കൊടുത്ത ഒരാളെയും നശിപ്പിച്ചിട്ടില്ല. പക്ഷെ ഇവർ ചെയ്തതിന് തെളിവുണ്ട്. എല്ലാത്തിനും ഞാൻ സാക്ഷിയാണ്. വീട്ടുകാരോട് തനിക്ക് ജോലിയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ ഇപ്പോഴും ട്രീറ്റ്മെൻറ്റിലാണ്. ഡ്രഗ്സ് അടി നിർത്തി. വിവാഹം കഴിച്ച് ഇതിൽ നിന്നെല്ലാം മാറിപ്പോകാനുള്ള ശ്രമമാണ്. 6 മാസമായി ലഹരി ഉപയോഗിക്കുന്നില്ല. ഇനി എനിക്ക് പേടിക്കാതെ പറയാമെന്നും അശ്വതി പറഞ്ഞു. പക്ഷേ എനിക്ക് പോയത് തിരിച്ചു തരാൻ ഇവർക്ക് പറ്റുമോ? ആലോചിക്കുമ്പോൾ ഇതൊക്കെ എനിക്ക് വേണ്ടതായിരുന്നു. എനിക്ക് വീട്ടിൽ ആഹാരമില്ലായിരുന്നു. അവർ എന്നെ നോക്കിയിട്ടില്ലായിരുന്നു. എൻ്റെ വീട്ടുകാർ പറഞ്ഞു വിട്ടതാണോ എന്നെ? ഒരു സ്നേഹത്തിന് വേണ്ടി ചെയ്തതാണ് ഇങ്ങനെ ആയതെന്നും അശ്വതി സ്വയം പഴിക്കുകയായിരുന്നു.